ഹലോ ഗൈസ്, നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് കുക്കിംഗ് വീഡിയോ ആണിത്. വലിയ കുക്കിംഗ് ഒന്നുമല്ല, ചെറിയൊരു മാഗി ഉണ്ടാക്കുക അത്രേ ഉള്ളൂ. മാഗിയല്ല, ഹിപ്പി. ഓക്കെ, ഞാൻ മാഗി കഴിക്കാറില്ല. അമ്മയ്ക്ക് പനിയാണ്, അമ്മ കയറി കളഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ 12:30-1 മണിയൊക്കെ ആയപ്പോൾ ഇരുന്നേറ്റ്. അപ്പോഴത്തേനും ഞങ്ങളെ പട്ടീനെയൊക്കെ കൊണ്ട് എന്താ പറയുക, പട്ടീനെയൊക്കെ നയിച്ച് കൊണ്ടുപോയി നടത്താൻ കൊണ്ടുപോയി കഴിഞ്ഞ് വന്നപ്പോൾ ഇത്ര സമയമായി. ഇപ്പോൾ എത്രയായി? ഇപ്പം സമയം 2 മണിയായിരിക്കുന്നു. 2 മണിയായിരിക്കും. അപ്പോൾ അവർ എന്ത് ചെയ്തു, നോക്കി കഴിച്ചിട്ട് കിടക്കാൻ വെച്ച് ആടുത്രി വന്നായിരുന്നു ഇന്നലെ. പിന്നെ ഞാൻ പിന്നെ ഓർത്ത് അതും കൂടെ കണ്ടിട്ട് ഞാൻ കയറി കിടന്ന് ഉറങ്ങാൻ വിചാരിച്ചു. അപ്പോൾ കഴിക്കാണ്ട് അപ്പോൾ ഇവിടെ എന്താ ഇടിയപ്പം കടലക്കറിയാണ്. ഞാൻ അങ്ങനെ വലിയതായിട്ട് കൂട്ടത്തൊന്നുമില്ല. ഓക്കെ, ഞാൻ വലിയതായിട്ട് കൂട്ടത്തൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ഹിപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഹിപ്പി ഉണ്ടാക്കിയപ്പോൾ എന്താ നോക്കിയപ്പോൾ ഒരു ഹിപ്പിയുടെ പകുതി കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ടാക്കി പകുതി എടുത്തു. കാരണം എനിക്കത് മൊത്തം തന്നെ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഒരു ഹിപ്പിയുടെ പകുതി വെച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മുട്ടയെ വറുത്തിടുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാനങ്ങനെ മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട കണ്ടോ, വൈറ്റ് മുട്ട. ഇത് ഞാൻ മുട്ട വറക്കുമ്പോൾ സാധാരണ ഇങ്ങനെ വറക്കാറില്ല. വറക്കുന്ന രീതിയാണ് വെച്ചാൽ ആദ്യം തന്നെ ഞാനൊരു എന്താ പറയുക, സ്പൂൺ എടുത്തിട്ട് ഇത്രയും പൊട്ടിക്കും. ചെയ്യുന്നതിൻ്റെ വെള്ളം മാത്രം ഞാൻ കേട്ടത്. വെള്ളം മാത്രം ഞാൻ ഉണ്ടോ, വെള്ളം മാത്രം ഞാൻ ചേർക്കും. സൂക്ഷിച്ചെടുക്കണം കേട്ടോ, ഇല്ല മഞ്ഞുള്ളി കൂടെ വരും. പിന്നെ വെള്ളം മാത്രം എടുത്തിട്ട് മഞ്ഞുള്ളി മാറ്റി വെക്കണം, വേണ്ട നമുക്ക്. നമ്മൾ എന്നിട്ട് വെള്ളം മാത്രം എടുത്തിട്ടുണ്ടോ, നാച്ചുറൽ വെള്ളം കാണിച്ചു തരാറ് ഉണ്ടോ. വെള്ളം മാത്രം ഞാൻ എടുത്തിട്ട് നല്ലതായിട്ട് ഒന്ന് പതപ്പിക്കാൻ മറ്റു സാധനം ഉണ്ട്. പക്ഷെ അത് വെച്ച് ഇത് കുറച്ചുള്ളതുകൊണ്ട് പെട്ടെന്ന് പതയും പെട്ടെന്ന് പതയും. അതുമല്ല, പിന്നെ കുറച്ചുള്ളതുകൊണ്ട് താഴെ നല്ല വലിയ പാത്രം. പിന്നെ ഇതിനെ വലിയ പാത്രം എടുത്താൽ അത് കറങ്ങാനും പറ്റത്തുമില്ല. അതുകൊണ്ട് ഞാൻ ഇത് കേസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇങ്ങനെ കറക്കി നമ്മൾ എന്താ പറയാറുണ്ടോ, ഇതൊക്കെ പതയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, സ്വത്തിൽ പതപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ അത്യാവശ്യം ഒന്ന് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി പരിപാടി അങ്ങനെ നമുക്ക് തുടങ്ങാം. അത്യാവശ്യം ഒന്ന് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരിപാടി വന്നാലും മതിയായിരിക്കും. ഈ എൻ്റെ മുഖത്തൊരു മാതിരി വെട്ടടിക്കുന്നില്ല. അതുകൊണ്ട് മറ്റേ ഇങ്ങനെ ഇത് ചെയ്യുന്നതുകൊണ്ടാണ് മറ്റേ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് എൻ്റെ മുഖത്ത് ഇങ്ങനെ വെട്ടടിക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഈ ഇത് വെള്ളം മാറ്റി വെച്ചിട്ട് നമ്മൾ കൈക്ക് എപ്പോഴും കരുതണം. കൈ എനിക്ക് എപ്പോഴും കരുതണം, മസ്റ്റായിട്ടുള്ള കാര്യമാണ്. കൈ എപ്പോഴും കരുതണം. പിന്നെ എന്ത് ചെയ്ത് അടുത്ത പാത്രം എടുത്തിട്ട് ഉണ്ണിയണം. വേറെ പാത്രം തപ്പാൻ കഴിയാത്തതുണ്ട് കേട്ടോ. ഉണ്ടോ, ഇന്നിങ്ങനെ ബ്രേക്കായി ഇടുമ്പോൾ തന്നെ നമ്മൾ ഇന്നിങ്ങനെ ബ്രേക്കായി പോയിട്ടുണ്ടോ. ജസ്റ്റ് എനിക്ക് കാണിക്കാൻ എടുക്കുകയൊക്കെ ചെയ്യാൻ മടിയാണ്. ഇങ്ങനെ നമ്മളെന്ത് ചെയ്യുക, നല്ലതായിട്ടൊന്ന് ഒന്ന് അടിച്ചു കൊടുക്കുക. ഒന്ന് പ്രത്യേകിച്ച് അടിക്കണമെന്നില്ല, ഒന്ന് പൊട്ടിയില്ലോ ഇല്ല. നമ്മൾ ഈ മുട്ടത്തോട് കഴുകി മാറ്റി വെക്കുക. എല്ലാവരും വിചാരിച്ചോളൂ ഞാൻ എന്താ മൊണ്ണയല്ലേ മുട്ടത്തോടൊക്കെ മാറ്റിക്കും. തോർന്നും കൊണ്ടല്ല, ആർട്ട് ചെയ്യാനാണ്. അപ്പോൾ പെയിൻ്റൊക്കെ അടിച്ച് എന്തെങ്കിലും അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യാനാണ്. ഓക്കെ, നമ്മുടെ വീഡിയോയിലേക്ക് നമ്മുടെ പാത്രം എടുത്തിട്ടുണ്ടല്ലോ. ചട്ടി എടുത്ത് ഗ്യാസ് കത്തിക്കാൻ ഞാൻ ഇട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ലൈറ്റ്
വെച്ചു. പാത്രം വെച്ചാൽ കാണാം. പക്ഷെ ഇങ്ങനെ പാത്രത്തിൽ നമ്മൾ നല്ലതായിട്ട് എന്താ പറയുക, പാകം ഇങ്ങനെ ചൂടായിട്ട് വരണം. അപ്പോൾ എനിക്ക് ചൂടില്ലാത്തതുകൊണ്ടാണ് ഞാൻ തൊട്ട് നോക്കിയത്. ആരും ഇത് അനുകരിക്കരുത് കേട്ടോ. ഇപ്പം ഞാൻ ചൂടില്ലാത്തതുകൊണ്ടാണ് ഞാൻ തൊട്ട് നോക്കിയത്. ആരും ഇത് അനുകരിക്കരുത്. ഓക്കെ, ഈ വീഡിയോ വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നത് ബോറൊന്നും കൊണ്ടല്ല, ചുമ്മാ രസമല്ലേ എന്നുകൊണ്ടാണ് വലിച്ചിട്ടുകൊണ്ട് പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ പാത്രം ചൂടായതിന് ശേഷം നമ്മുടെ എണ്ണ ഒഴിക്കും. ഓക്കെ, എണ്ണ ഒഴിക്കാം. നമ്മുടെ എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. തൊള്ളി എണ്ണ ഉള്ളു. ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വിലയായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, തൊള്ളിയൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഗ്യാസ് ഒത്തിരി കത്തിക്കരുത്, ഷോർട്ടേജ്. ഞാൻ ഈ ബോട്ടിൽ, എണ്ണ കുപ്പിയുടെ ബോട്ടിൽ വാങ്ങിച്ചത് നമ്മുടെ ആമസോണിൽ നിന്നാണ്. ഞാൻ ലിങ്ക് ബയോ കൊടുത്തേക്കാം. നിങ്ങൾ നോക്കി വാങ്ങിക്കുക. എന്താ ഓഫറാണ്, ഇപ്പം നിങ്ങൾ എന്താളും നോക്കി വാങ്ങിക്കാം. ഓക്കെ, നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ എണ്ണ ചൂടായി വരുമ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യുക, പപ്പടം ഉണ്ട്. പക്ഷേ ഇപ്പോഴും കൂടെ ഇങ്ങനെ പപ്പടം കഴിക്കുക, അതുകൊണ്ട് ഞാൻ പപ്പടം പറക്കണില്ല. ഇനി നമുക്ക് എന്താ, എണ്ണ ചൂടായെങ്കിൽ മുട്ട ഇടുന്നതിന് മുമ്പ് ഞാൻ ഉപ്പൊന്നും ഇട്ടില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലല്ലോ, പിന്നെ ഉപ്പിടാൻ പറഞ്ഞു. ഞാൻ ഉപ്പിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതാണ് നമ്മുടെ ഭരണി, ഉപ്പിൻ്റെ ഭരണി. ഇത് നമ്മൾ ചങ്ങനാശ്ശേരിയിൽ ലാഭമേള എന്ന് പറഞ്ഞൊരു പരിപാടി വന്നായിരുന്നു. അവിടെ വാങ്ങിച്ചോളൂ. നല്ല നല്ല ഭരണിയാണ്, കുറേ നാൾ നിന്നിട്ടുണ്ട്. അതുമല്ല വിലക്കുറവാണ്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. കാരണം ഉണ്ണിക്ക് വേണ്ടതാകും. കാരണം അത് സെപ്പറേറ്റ് ആക്കിയതാണ്. മൈ ഗോഡ്, താഴെ നമ്മളെന്ത് ചെയ്യുക, ഉപ്പെല്ലാം തൂത്ത് കളയാം. പിന്നെ വൃത്തിയാക്കുന്ന ഒരു ടാസ്ക് കൂടാണ്. ഇട്ടിട്ട് നല്ലതായിട്ട് മിക്സ് ആക്കിയിട്ട് അത്യാവശ്യം തിളപ്പിക്കുക. തിളപ്പിക്കുന്നു പതിന് നമ്മൾ നമ്മുടെ എണ്ണയിലോട്ട് ഇതങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. ചെറിയ മുട്ടയാണ്, അതുകൊണ്ടാണ്. പിന്നെ എൻ്റെ മുട്ട വറക്കുമ്പോൾ അത് എണ്ണയുണ്ടല്ലോ, ആരും അമ്മമ്മേനോട് ചോദിച്ചിട്ടുണ്ടല്ലോ, എൻ്റെ മുട്ട വറക്കുമ്പോൾ ഞാൻ പപ്പടം വറക്കുന്ന അത്ര മുട്ട ഞാൻ എടുക്കറിയാം. എൻ്റെ അങ്ങനെയാണ്. പിന്നെ എൻ്റെ മണ്ടയ്ക്കൂടെ നമ്മൾ എന്ത് ചെയ്യാം, ഒന്നിങ്ങനെ ചെറുതായിട്ട് ഇട്ട് മിക്സ് ആക്കണം. അപ്പോൾ ചെറുതായിട്ട് ഞാൻ ഒഴിച്ച് കൊടുക്കുക. ഇങ്ങനെയാണ് എൻ്റെ മുട്ട വറക്കുക. നേരത്തോട് ഞാൻ അങ്ങനെ വറക്കത്തൊന്നുമില്ല. ഇപ്പോൾ ഇന്നലെ തൊട്ടാണ് ഞാൻ ഇങ്ങനെ വറക്കാമെന്ന് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതിൽ ഇൻസ്പയർ ആയിപ്പോയത്. പക്ഷേ ഇത് ഇങ്ങനെ വറക്കുന്നതിന് ഭയങ്കര ഉപകാരമുണ്ട്. സടി പിടിക്കുന്നൊന്നും മറിച്ചിട്ടോട്ടെ. എനിക്കിത് മറിച്ചിടാൻ വലിയ കാലമൊന്നും ഇല്ല. എങ്കിലും ഞാൻ എനിക്ക് ഇരിക്കാൻ തോന്നി സടി പിടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം വേണം. എൻ്റെ കയ്യിൽ വെള്ളം വേണം. ഞാൻ പതുക്കെ കുറച്ചങ്ങ് വെച്ചിട്ടുണ്ട്. ഈ ഒറ്റ കാര്യങ്ങളിൽ ചിക്കി പൊടിക്കുക എന്നൊക്കെ ഇത് ഉള്ളായിരുന്നു. നമ്മൾ വിട്ട് കൊടുക്കുമോ, നമ്മൾ അടി പിടിച്ചതാണ്. കുത്തി ഇളക്കുകയാണ്. പ്രോഗ്രാം തിരിച്ചിടാൻ നോക്കി ചെറുതായിട്ട് നടക്കൊക്കെ ഞാൻ പൊട്ടിപ്പോകുന്നു. ആണ് എൻ്റെ ഇവിടുത്തെ അവസ്ഥ. മുട്ടയൊക്കെ വറുത്ത് അറിയുള്ളൂ, സത്യമില്ല. പക്ഷേ എൻ്റെ ചേട്ടനുണ്ടല്ലോ, ഏബൻ എന്നാണ് പേര്, അവൻ നല്ലതായിട്ട് വറക്കും. നല്ലതായിട്ടും എല്ലാം കുക്കിയൊക്കെ ചെയ്യും. ചിക്കനൊക്കെ വറക്കുകയാണെങ്കിലും എനിക്കറിയത്തില്ല, എനിക്ക് മാത്രമേ കഴിവ് കിട്ടിയിട്ടില്ല. എൻ്റെ ചേച്ചിയാണ് കുക്ക് ചെയ്യും. എങ്ങനെയൊക്കെയോ ചെയ്ത് മുട്ടയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. എൻ്റെ മുട്ടയുടെ അവസ്ഥ നിങ്ങൾ കഴിക്കാതെ മനസ്സിലായി. എൻ്റെ ഈ കുത്തികളൊക്കെ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലായിക്കാണല്ലോ എന്താ നമ്മൾക്ക് പൂച്ചയല്ലായിരിക്കും. ഓക്കെ, കുത്തികൾക്ക് കാണുമ്പോഴേ അറിയാമല്ലോ നിങ്ങൾക്ക് ഇങ്ങനെയുണ്ട് മുട്ടയുടെ അവസ്ഥ. നിങ്ങൾക്ക് ആലോചിക്കാൻ തന്നെ വേണ്ട. അത് ചുമ്മാ കുത്തികളൊക്കെ അല്ല കേട്ടോ, ഞാൻ കാണിച്ചു തരാം.
എനിക്ക് ചട്ട ഇത് തിരിഞ്ഞു. ഞാൻ അങ്ങനെ മുട്ട ഞാൻ പറയാം അടിച്ചിട്ട് വരണം, വേറൊന്നുമല്ല. അതിൻ്റെ ആ വെള്ളം അങ്ങ് പതഞ്ഞങ്ങ് വരും. കുറച്ചും കൂടി പതഞ്ഞ് വരുമ്പോഴത്തേനും ഒന്ന് വറക്കുവാണെങ്കിൽ പൊങ്ങി വരും, കട്ടയായിട്ട്. ഇച്ചിരി മുട്ട ഉണ്ടെങ്കിൽ പതഞ്ഞ് വരും. എടുത്ത് വെച്ചോട്ടെ. പിന്നെന്താ, പാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കും. പാത്രം എടുത്തിട്ടുണ്ട്, മാറ്റാൻ പോകും. നല്ല ടാസ്കാണ്. ജസ്റ്റ് എൻ്റെ കൈ ഒന്ന് പൊള്ളിയായിരുന്നു അവിടെ തട്ടിയിട്ട്. ഇതിൻ്റെ അറ്റത്ത് തട്ടിയില്ല, ഓരോന്നുമില്ല. ഇതിൻ്റെ അറ്റത്ത് ഇതിൻ്റെ എടുപ്പാണ്. ഇതിന് കട്ടി കൂടുതലാണ് ഈ ഒരു കൂടെ എണ്ണ വെച്ച് നോക്കാം. ജസ്റ്റ് കൈ ഒന്ന് പൊള്ളിയിട്ടുണ്ട്. ഞാൻ ആ ഉപ്പ് വെക്കാൻ പോയപ്പോൾ ഇതിൻ്റെ അറ്റത്ത് കൊണ്ടാണ്. ഇതിന് ചൂടുണ്ടെന്ന കാര്യം ഞാൻ മറന്നു കേട്ടോ. കൊണ്ടപ്പോൾ പെട്ടെന്ന് ഞെട്ടി. എന്തായാലും ഇത് എണ്ണ ചൂടാക്കി എണ്ണ വെച്ച് കൊടുക്കും. പൊള്ള എണ്ണ ഒഴിക്കാവുള്ളൂ. പൊള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിനകത്തോട്ട് എണ്ണ ചൂടായി വരുമ്പോൾ വെള്ളം നമ്മൾ കരുതി വെക്കണം. ഒരു കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ആവശ്യം പറഞ്ഞാൽ നിങ്ങൾ കാണില്ല. ഇങ്ങനെ വെറൈറ്റിക്ക് ഒരു ഇച്ചിരി വെറൈറ്റി ആയതുകൊണ്ട് ഇച്ചിരി വെറൈറ്റിക്ക് ആയിട്ടാണ് നമുക്ക് ഇത് ഉണ്ടാക്കുന്നത്. ഇട്ട് കൊടുക്കാം. കരിയുന്നതിനൊന്നും നമ്മൾ വെള്ളം വെച്ച് കൊടുക്കണം. വരാതെ ഇട്ടുകൊണ്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കൈ മസാല ഒന്ന് എണ്ണയ്ക്കകത്തൊന്ന് ചൂടാകുന്നതിന് നമ്മൾ ഇട്ട് കൊടുക്കണം. ഇത് തീയാണ് കൂട്ടാം. ഈ കൂട്ടി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേനും നമ്മളിങ്ങനെ കുഴപ്പമില്ല. വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കണം. നല്ല മണം ഇപ്പോൾ ദേഹത്ത് ഫുള്ളും തെറിക്കുന്നില്ല. ഇനി ഇവിടുത്തെ വൃത്തിയാക്കൊരു ടാസ്ക്കാണ്. ഇത് ഇതിന് ശേഷം അപ്പം നമ്മൾ നല്ലതായിട്ട് ചെയ്തു. ഇതുവരെ നല്ലതായിട്ട് ചെയ്തുണ്ടോ? ഈ ഇതുപോലെ എന്തെങ്കിലും കിട്ടുകയും എന്ത് ചെയ്യുക, ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇതൊന്നും മറിഞ്ഞ് നമ്മുടെ ദേഹത്ത് വീഴാതെ ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ് കുറച്ച് തിളക്കാറൊക്കെ ആകുമ്പോഴത്തേനും എന്ത് ചെയ്യുക, ഇപ്പിടുക. ഇത് കഴിഞ്ഞ് എനിക്ക് ഉണ്ടാക്കിയ പരിപാടിയാണെന്നറിയോ, ഇത് കഴിഞ്ഞ് എനിക്ക് നേരെ ഇപ്പി ഉണ്ടാക്കണം. ഇപ്പി ഉണ്ടാക്കി കഴിഞ്ഞ് ഇപ്പം ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഒരു അടുത്ത് ഈ കണ്ടുകൊണ്ട് പറ്റി ഞാൻ ഇന്നലെ വെച്ചായിരുന്നു കണ്ട്. ബാക്കി ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് കാണുന്നത്. അങ്ങനെ കാണാനേ എനിക്ക് പറ്റത്തുള്ളൂ. പിന്നെ കുറച്ച് ഇതിടുക, കുറച്ചല്ല, നമ്മുടെ മാഗി ഇപ്പിയുടെ ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് തിളച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് കൊടുത്ത് കഴിയുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെക്കുക. ഇതാണ് എനിക്കിപ്പോൾ കിട്ടിയത്. തിരിച്ചടച്ചു പോയാൽ അതുകൊണ്ട് മതിയോ? എനിക്കിതിൻ്റെ അളവെന്ന് പറയാമല്ല. ഇതും പറ്റത്തില്ല.
ഇതെടുക്കാൻ വേണ്ടി ടാസ്ക്കാണ്. ഓക്കെ, അങ്ങനെ നിങ്ങൾ എടുക്കുമ്പോൾ ആണ് ഇങ്ങനെയൊക്കെ എടുക്കണമല്ലോ. കൈ പോഴുന്നില്ല. ഇത് നമ്മൾ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിടിച്ചുകൊണ്ടൊക്കെ ഇളക്കണം. പിന്നെ ഇതേപോലെ ചട്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം പറ്റുന്നതാണ് അതിൻ്റെ എൻ്റെ കൈ പ്രാവശ്യം. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, വൃത്തിയാക്കിയിട്ട് വരാം. അപ്പോൾ മുട്ട പാത്രമായ മുട്ട പൊട്ടിച്ച് വെച്ച് പുറത്തേക്കൊന്ന് കഴുകിയിട്ടും ഞാൻ പാത്രമെല്ലാം കഴുകിയിട്ട് തരാം. ബൈ ബൈ ഒക്കോ. വെള്ളം ഞാൻ മോട്ടറൊക്കെ ഇട്ടിട്ടുണ്ട്. അതിന് എപ്പോഴാണല്ലോ എടുക്കുന്നത്. വെള്ളമില്ല കണ്ടോ, വെള്ളത്തിൻ്റെ അവസ്ഥ കണ്ടോ, ഇങ്ങനെ കണ്ടോ, തൊള്ളി വെള്ളമുള്ളൂ. വരുന്നുണ്ട് ചെറുതായിട്ട് സെറ്റാക്കാം. 10 മിനിറ്റ് പിന്നെ വെള്ളം ഒന്ന് തുടച്ചിട്ടുണ്ട്. പിന്നെ അതും വരുമ്പോൾ അത് കഴിയാതെ പിന്നെ അയ്യോ നമ്മുടെ ഇത് നോക്കിയില്ല, അടി പിടിച്ചൊന്നും ചുമ്മാ പറയാൻ നിങ്ങളെ പറ്റുന്ന പറഞ്ഞാൽ അടി പിടിച്ച് വേറൊന്നും ചെയ്യേണ്ട. ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്താൽ പിന്നെ ഇച്ചിരി കട്ടി വെള്ളം മിക്സ് ആക്കിയിട്ട് ഓഫ് ആക്കിയിട്ടൊന്ന് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ അങ്ങനെ ആയതിനു ശേഷം എന്താ പറയുക, ഇവിടെ നിന്ന് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഉപ്പ് വീണെന്നൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ നമ്മൾ തുടച്ച് നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഞാൻ എടുത്തെടുത്ത സാധനം എടുത്തെടുത്തുകൊണ്ട് വെക്കുക. കഴിച്ചിട്ടേ ഞാൻ കഴിക്കുന്നുള്ളൂ. കാരണം അല്ല കഴുകിയിട്ടേ ഞാൻ കഴിക്കുന്നുള്ളൂ. ഓക്കെ, കഴുകിയിട്ട് വരാം. എടുത്തിട്ട് വേണം കഴിയുക. എടുപ്പലൊക്കെ ടാസ്ക്കാണ്. എൻ്റെ ഓരോ വാക്കുകളും തെറ്റിപ്പോവാൻ. നിങ്ങളെന്നോട് ക്ഷമിക്കുക. ആർക്കാരും ഇങ്ങനെ പോയി ടാസ്ക്കാണ്. കാരണം ഞാൻ പറഞ്ഞായിരുന്നു അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടെന്ന്. കഴുകിയിട്ട് വരുമ്പോൾ തണുത്തു എന്തേലും ആട്ടെ. കഴുകിട്ടേക്ക് അല്ല എനിക്കൊരു സമാധാനം പറ്റില്ല. ഞാനങ്ങനെ എടുത്തു. ഇനി കഴുകിയിട്ട് വരാം കേട്ടോ. പൈസ ഇങ്ങനെ പാത്രം കഴുകി ഓഫാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പോയി കഴിക്കാം. കഴിച്ചിട്ട് എനിക്ക് ഫേസ് മാസ്ക് ഒക്കെ ഇടണം. ഫേസ് ഇവിടുത്തെ ഫാനും കൂടെ എടുത്തിട്ട് അങ്ങനെ ഫാൻ ഓഫായി. ഒന്ന് അടയ്ക്കട്ടെ. ജസ്റ്റ് കാറ്റ് കൂടിപ്പോയതാണ്. എൻ്റെ കൈയുടെ പവറല്ല കേട്ടോ. ഞാനിങ്ങനെ ടി വി ഒക്കെ ഓണാക്കണമല്ലോ. ടി വി ഓണാക്കി ഫാൻ ഫാൻ ഇട്ടിട്ടുണ്ട്. അയ്യോ, കസേര അങ്ങനെ ഇട്ട്. കസേര അങ്ങനെ ഇട്ടു. ഇനി എന്താ, ഇനി നമ്മുടെ ടി വിയിൽ കാണിച്ചു തരാം. നമ്മുടെ ടി വി പറയുന്നത് നമുക്ക് എന്താ പറയുക, C5-നകത്താണ് നമ്മുടെ ആടുത്രി C5-നകത്താണ് ആടുത്രി. അപ്പോൾ നമ്മൾ C5-ലേക്ക് പോവാണ്. C5 വന്നിട്ടില്ലേ വാച്ച്. അത് ഞാൻ ഇന്നലെ പകുതി കണ്ടു വെച്ചു. എല്ലാവരും പറഞ്ഞത് മടുപ്പ് സിനിമയാണ്. അതുകൊണ്ടാണ് ഞാൻ തിയേറ്ററിൽ പോയി കാണാനത്. വേറൊന്നും ഉണ്ടല്ല.
പരസ്യം വന്നു. ഓക്കെ, ചില പട്ടുകൾ നെയ്യുന്നത് തറിയിലല്ല, സ്വയംവര നെഞ്ചിൽ നെയ്യുന്ന പട്ട്. രാജകുമാരി മുട്ട കഴിക്കാം. നിങ്ങൾക്കും രാജകുമാരി ആവണ്ടേ? രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ് ഇനി ലോകം കാണട്ടെ നിങ്ങളുടെ സൗന്ദര്യം. സംഗതി കേരളമാണ്, അതിജീവിക്കാൻ ഒത്തിരി ഉണ്ട്. അപ്പൊ പിന്നെ റെയിൻ വാട്ടർ പൈപ്പ് നന്നാകാതെ തരമില്ല. മറ്റെല്ലാം നല്ല ടേസ്റ്റ്, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു കുഞ്ഞു മുട്ടയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ മനസ്സ് നടത്തി ഹോൾസെയിൽ വിലയിൽ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ നല്ല ടേസ്റ്റ്, നല്ല ടേസ്റ്റ്. എല്ലാവരും കഴിച്ചു നോക്കാം. ഈ ഒരു മരിച്ചു കഴിഞ്ഞു. നീ ഇപ്പോൾ കാണുന്നത് സുലൈമാനെ മാത്രം. ഞാൻ ഈ ജീവിതത്തിൽ സംതൃപ്തനാണ്. ഞാൻ ആടത്തിരി കണ്ടുകൊണ്ടിരിക്കണം. ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാട്. കൈ വെച്ചിട്ട് ഞാൻ പോസിബിൾ കളിക്കുന്നത് എനിക്കൊരു പുത്തിരിയല്ല. മോട്ടർ ഓഫാക്കി. ഇതാണ് എൻ്റെ കുപ്പി. ഓക്കെ, ഈ കുപ്പിയിൽ നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നത്. നമ്മൾ ഓരോ മിനിറ്റ് അനുസരിച്ചാണ് ഞാൻ ഇതിന് നിറയ്ക്കാൻ മറന്നു, കാരണം ഞാൻ താമസിച്ച് കഴിഞ്ഞിട്ട്. ഓക്കെ, എനിക്ക് നിറയ്ക്കാം. ഐസ് ക്യൂബ് എടുക്കാം. ഇങ്ങനെ ഡിപ്പ് ചെയ്യുക. ഇങ്ങനെ ഡിപ്പ് ചെയ്യുക. ഓപ്പൺ ചെയ്യുക. എല്ലാ ഐസ് ക്യൂബ് അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇന്ന് ഞാൻ രാവിലെ തന്നെ വെള്ളം കുടിക്കും. അതുകൊണ്ട് അമ്മ എനിക്ക് നേരത്തെ അതൊക്കെ നിറച്ച് വെക്കും. ഇന്നെന്തോ ഇന്ന് ഈ കുപ്പി എൻ്റെ കയ്യിൽ ഇരിക്കുമായിരുന്നു. കാരണം ഇന്ന് ഈ കുപ്പി ഞാൻ അമ്മ കണ്ടില്ലായിരുന്നു. അങ്ങനെ എന്തോ പറഞ്ഞു. ഇന്ന് ഈ കുപ്പി എൻ്റെ ആളിരിക്കുമായിരുന്നു. പിന്നെ അത് കണ്ടില്ല, അമ്മ ഇവിടെ കണ്ടില്ല. അല്ലാണ്ട് കുപ്പി വെള്ളം വെച്ച് നിങ്ങളത് നിറച്ചിട്ട് ആക്കി കൊടുക്കുക. പിന്നെ അത് നിറച്ചിട്ട് സാധാരണ പച്ചവെള്ളം കൂടെ വെച്ച് മിക്സാക്കും. വെച്ച് കൊടുക്കാം. കുറച്ച് തണുത്ത് കിട്ടിക്കണം. പിന്നെ നമ്മൾ ചെയ്തതിന് ശേഷം നമ്മൾ ഈ കുപ്പിയിലെ വെള്ളം ഫ്രീസിനകത്ത് എടുത്തേക്കാം. നിറച്ച് നമ്മുടെ ആരെങ്കിലും വരുമ്പോൾ അതൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ നിറച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മോട്ടർ ഓഫാക്കി. നമ്മൾ ഇറങ്ങി അടച്ച് നിങ്ങൾ വിചാരിച്ചോളൂ. അപ്പോൾ എനിക്ക് ആടിൻ്റെ ഇത്തിരി പീസ് അവിടെ ഞങ്ങളുടെ അടുക്കള അതാണ് കണ്ടോ, അതാണ് ഞങ്ങളുടെ അടുക്കള. അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കി കറക്റ്റായിട്ടും എനിക്ക് പാലം നന്നായി പൊളിഞ്ഞായിരുന്നു ആശാനെ. ഞാൻ കണ്ടു. നീ ടാറ്റ കൊടുത്തു വിട്ട പെട്ടി എനിക്ക് ഇപ്പൊ കിട്ടണം. അയ്യോ ആശാനെ, അത് ടാറ്റ കൊടുത്തതല്ല, പോവല്ലേ പോവല്ലേ എന്ന് പറഞ്ഞതാ. എല്ലാരും കൂടി ചേർന്ന് എന്നെ പറ്റിക്കാൻ നോക്കുന്നു. നീ പൊരുള് കൊണ്ട് വന്നില്ലെങ്കിൽ എന്റെ ഡാമിലെ ചെമ്പല്ലികളും വാളകളും കുറെ കാലമായി പട്ടിണിയിലാണ്. അവർക്ക് ഞാൻ കൊടുക്കും. കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ചൊരു സോഡാ സർബത്ത്. വേണ്ട ആശാനെ, വേണ്ട. എന്റെ ചോര എനിക്ക് വേണം. ആശാന്റെ പെട്ടി ആശാൻ എപ്പോ കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. ആശാന്റെ അനുഗ്രഹം വെച്ചത് കാരണം എന്താ വെച്ചാൽ
വണ്ടി എടുക്കാം സർ. പല്ല് പൊളിക്കും വെള്ളം നണ്ട പക്ഷെ എന്താ വെള്ളം നണ്ട മഴ വരുന്ന വെട്ടി സ്ഥലം നിന്നോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഹൈ റേഞ്ച് വന്ന് എന്റെ പിള്ളേരോട് ഉണ്ടാക്കരുതെന്ന്. ബാക്കി അവൻ പറയും. പിന്നെ ഞാൻ എൻ്റെ ഈ വെള്ളം നോക്കാൻ കഴിയാണ്ട് ഉപയോഗിക്കുന്നത്. കാരണം എനിക്ക് തണുത്ത നമ്മൾ സ്മോൾ കഴിയണം. ഫസ്റ്റ് തന്നെ ആദ്യം തന്നെ ഫേസാക്കുന്നത് നമ്മൾ കഴുകി കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ എൻ്റെ ഫേസ് പാക്ക് പോയി എടുത്തിട്ട് വരാം. വെയിറ്റ് ചെയ്യണം. അങ്ങനെ വെള്ളം ഒഴിക്കുന്നതായിരുന്നു. അതിനകത്ത് വെള്ളം വന്നു. ഇളക്കി വേണം. നല്ലതായിട്ടൊന്ന് ഗൈസ് ഫൺ പ്രോബ്ലം ഉണ്ട്. എനിക്ക് പോയി മേളിൽ തുണി എടുക്കണം. മഴ പെയ്യാറുണ്ട്. ഒച്ച കേൾക്കുന്നുണ്ടായിരുന്നു ഹോട്ടലിലെ. ഇന്നലെ വൈകിട്ട് ഞാനറിയത്തില്ല. തൊള്ള ഇങ്ങനെ പൈപ്പ് കണ്ട ഇരുത്തി അവിടുത്തെ അടുക്കളയിലെ പൈപ്പ് ചെടി കയറി ഇരിക്കുകയാണോ എന്ന് അറിയത്തില്ല. പക്ഷെ ഇപ്പം നല്ലതായിട്ട് വെള്ളം എടുക്കുന്നു. വൃത്തിയാണ്. ഞാൻ പോയി തുണി എടുത്തിട്ട് വരാം. ഓക്കെ ബൈ. പക്ഷെ ഇപ്പം പെട്ടെന്ന് ഞാൻ മേളത്തെ ഇത് ഓഫാക്കി കഥ കിടച്ചു. നമ്മൾ വെള്ളമൊന്ന് നനച്ചു. നമ്മൾ ഫേസ് മാസ്ക് പതുക്കെ ഇട്ട് കൊടുക്കാം. ഫുള്ള് ഇട്ടിട്ട് വരാം. ഫുള്ള് ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ വരുന്നത് ഓ ഗൈസ് കുറച്ചുകൊണ്ട് ഒരു പണിക്കൊടുമ്പയാണ്. കുറച്ച് വെള്ളം കൈ കഴുകിയതാണ്. ഇതെടുത്താണ് വെടിയിലോട്ട് വെച്ച് എന്താ ചെയ്യുന്നതെന്നൊരു ഓർമ്മയില്ല, ബോധമില്ല. പിന്നെ കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ടൊന്ന് കട്ടയാക്കി ഇട്ടു. അരിപ്പൊടി ഇട്ട് കട്ടയാക്കി ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ കൈയൊക്കെ ഒന്ന് കഴുകിയിട്ട് ഉണങ്ങുന്നോളം വരെ വെയിറ്റ് ചെയ്തു. കണ്ടിട്ട് ഞാൻ കരുതാറൊക്കെ ആകുമ്പോൾ വീഡിയോ നോക്കാം. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യും. പിന്നെ അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ബുദ്ധിമുട്ടിക്കുന്നത് കൊണ്ടാണോ? ഇന്നലെ വാവച്ചേട്ട വാവച്ചാണ് കണ്ടോ എന്തെങ്കിലും അനങ്ങാപ്പാട നിൽക്കണേ, കാരണം പറയൂ.
കാരണം ഞാൻ പറയാം. ഇതൊരു മോട്ടോർ സൈക്കിൾ. അങ്ങ് ഇങ്ങോട്ടാണോ പലായനം ചെയ്തത്? അങ്ങൊന്നും ഇങ്ങൊന്നൊക്കെ അസം ഖാൻ പറഞ്ഞതിന് മുന്നേ Where is my treasure? അതാരാ? നിധി, നിധി, നിധി. നിധിയോ? ഏത് നിധി? വീണ്ടും നുണ പറയുന്നു. ഒരു മാത്രം നേരം സമയം തരാം. Where is my treasure? മോട്ടോർ സൈക്കിൾ ഇങ്ങനെ കൊന്നു കഴിഞ്ഞാൽ നമുക്ക് നിധി എങ്ങനെ കിട്ടും? ട്രാൻസാക്ഷൻ ഉണ്ട്. അത് ശരിയാണല്ലോ. ഞാൻ പറയാം. ജീവൻ പോയാലോ അത് എവിടെയാന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കരുത്. ഓഹോ, തീ പിടിക്കും സാറേ. എന്നാ തീ? ഇന്നലെയാണ് ഇത് തന്നത്. കഴിഞ്ഞ കസിൻസ് ഫുള്ള് ഇവിടെ ഉണ്ടായിരുന്നു. കേൾക്കുന്നില്ല എനിക്കല്ലേ? കസിൻസ് ഫുള്ള് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടാ ഇങ്ങനെ ചോദിച്ചൊന്ന് തരാവോ? ഇല്ല ചേട്ടാ തരുന്നില്ല. പിന്നെ ഇന്നലെ പണ്ട തന്നു കേട്ടോ. കണ്ടോ കേസിയോട് അച്ഛോ. ഒരു കുറച്ച് വന്ന് അവനത് എടുത്തോണ്ട് പോയി. ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ അവനെടുത്തോണ്ട് ഒരെണ്ണം എൻ്റെ അനിയത്തി ഓടിച്ച് കളഞ്ഞു. പിന്നെ എൻ്റെ ജോമചേട്ടൻ വന്നത് അതും എൻ്റെ അനിയത്തിനെ ഓടിച്ച് കളഞ്ഞു. ഒരു കൈ അടിഞ്ഞു പോയി. അത് സെറ്റ് ലെൻസ് കാർട്ടിൽ ചേട്ടൻ പറഞ്ഞ് ചെയ്യിപ്പിച്ച സംഭവമാണ്. അപ്പൊ ഉണ്ടാകത്ത് കയറില്ലായിരുന്നു. മുക്കിനകത്തെല്ലാം കയറിയിരിക്കും. അതെല്ലാം കഴുകണം, ക്ലീൻ ചെയ്യണം. നമുക്ക് പോയി കഴിയാൻ തട്ടിച്ച് ഉണങ്ങിയിട്ടുണ്ടാവും. ഇവിടെ പോയി ഉണങ്ങാം. കഴിയിട്ട് വരാം. കഴിയിട്ട് നിങ്ങൾ കാണണം. ഞാൻ എൻ്റെ വീഡിയോ പ്രൊമോട്ടീവ് അല്ല. ഞാൻ എൻ്റെ വീഡിയോ പ്രൊമോട്ടീവ്, ഞാൻ എൻ്റെ ആളെ പ്രൊമോട്ടീവ് അല്ല. അങ്ങനെ കണ്ട് കണ്ണിനും മനസ്സിനും മതി വന്നില്ലായിരുന്നു. രാത്രി യാത്രയില്ലാന്ന് പറഞ്ഞ് യാത്ര പോയ അബൂസാല എന്താണോ ചാണകമെല്ലാം ഇഷ്ടമുള്ള ആളാണ്. 3 പേര് ഞങ്ങൾ പോലും അറിയാതെ വേണ്ടി ക്ഷത്രിയരെ മാറി കഴിഞ്ഞിരിക്കുന്നതേ മനസ്സിൽ. അതോടൊപ്പം ഞങ്ങളുടെ രാജ്യസ്നേഹവും 6 പേരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒന്ന് അഫ്ല അതൊക്കെ മറക്കത്തില്ല. നിങ്ങൾക്ക് ഇനിയെങ്കിലും ഒരു കാര്യം തിരിച്ചറിയാം. നമ്മുടെ പുറകെ അസംഖാൻ മാത്രമല്ല, ആ ചതിയനായ വാൾട്ടർ സാഹിബും പിന്നെ ഏതൊക്കെയോ വിദേശ ശക്തികളും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് തിരുവിതാംകൂറിലുള്ള ഉന്നതിനനുസരിച്ച് കാണണം. അവിടുന്ന് ആയുധങ്ങളുമായി ഭയങ്കര ഇഷ്ടമാണ്. ആസിഫ് വന്ന് അജ്മൽ വന്നു. പേര് ഞാൻ മറന്നു. സത്യം അവൻ്റെ കൂടെ അജ്മൽ വേറൊരാളുണ്ടല്ലോ, അയാളാണ്. പിന്നെ 7ാമത് ലാസ്റ്റ് വന്ന ഒരാളാണ്
I was a gangster, a monster. ബാങ്കോക്ക് ഡൗൺടൗണിലൂടെ ചീറിപ്പഞ്ഞുവരുന്ന പോലീസ് വാഹനങ്ങളെയും റൈവൽ ഗാങ്സിന്റെ ആം ട്രക്കുകളെയും തകർത്തുകൊണ്ട് എപ്പിക് ചേസ് നടത്തിയിട്ടുള്ളവനാണ് ഈ ദാമോദരൻ എന്ന മകൻ അങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരുമാതിരി കരിഞ്ഞ ഉണ്ടം ഒരു സവാള പോയി. അതുകൊണ്ട് അതല്ല അവരുടെ കസിനാ തോന്നുന്നു. എനിക്കൊന്നും അറിയാൻ പറ്റാം. ഞാൻ ഇനിയിപ്പോൾ കഴിക്കിട്ട് വരാം. ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീഡിയോ ആയൊക്കെ കാണുമ്പോൾ ഇവരെല്ലാം ഫോളോ ചെയ്യണം. എൻ്റെ ഒരു ആഗ്രഹങ്ങൾ ഫോളോ ചെയ്യണം. കാരണം കഷ്ടപ്പാടിൽ നിന്ന് വളർന്നു വന്ന ആൾക്കാരാണ് ആദിൽ. 4 പേര് എന്തായാലും ഫോളോ അടിക്കുക. ബാക്കിയുള്ളവർ ഫോളോ അടിക്കണം കേട്ടോ. അടിച്ച് വിടുക കേട്ടോ. എൻ്റെ പാസ് ഇത്തവണ പിഴക്കില്ല ബോയ്സ്. ഐ ആം ഒപ്റ്റിമിസ്റ്റിക്. ഞാൻ പോയി കഴിക്കിട്ട് വരാം. കഴുകിയ ശേഷം നമ്മൾ കഴിയുടെ ശേഷം നമ്മൾ ഐസ് വാട്ടർ കുടിക്കുന്നതാണ്. ബട്ട് ആയിട്ടൊന്ന് കഴുകുകയാണ്. അങ്ങനെ ഞാൻ കഴുകിയിട്ടുണ്ട്. ഞാൻ വരാൻ കുറച്ചിട്ട് വരാം. ഞാൻ വന്നിട്ടുണ്ട്. എല്ലാം പറഞ്ഞു എനിക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഇല്ലോ നിങ്ങളുടെ അഭിപ്രായമാണ്. വ്യത്യാസം ഉണ്ടോ ഇല്ല നിങ്ങളാണ് പറയുന്നത്. ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഞാൻ ബാക്കി ആദ്യത്തെ പോയി കണ്ടിട്ട് വരാം. ഉടനെ എല്ലാ വീഡിയോസും വരും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്നാലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. ബാക്കിയുള്ള വീഡിയോയിലൊക്കെ നമ്മൾ നമ്മുടെ എന്താ കാര്യങ്ങളെല്ലാം പറയുന്നതാണ്. ശരിയെന്നാ.